ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുമ്പോൾ വിശ്വസിക്കുന്നു. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കൂർഗിലാണ്. കൂർഗിൽ ഒരു എലിഫൻറ്റ് ക്യാമ്പുണ്ട്. എലിഫൻറ്റ് ക്യാമ്പിലാണ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ വന്നേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് പോട്ടെ, കാറൊക്കെ പാർക്ക് ചെയ്തു. പിന്നെ അങ്ങോട്ടുള്ള വിശേഷങ്ങൾ വീഡിയോയിൽ നമുക്ക് കാണാം. എലിഫൻറ്റ് ക്യാമ്പ് റിവർ ക്രോസ് ചെയ്യാൻ പേടിയാണ്. ഞാനതൊരിക്കൽ വന്നിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ ടൂറിന് എനിക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ പോയി ക്രോസിനപ്പുറത്ത് പോയി എലിഫൻറ്റിനൊക്കെ കണ്ടു. പക്ഷേ സീനാണ് ഫ്രണ്ട്സ്, ചറുക്കും പാറയൊക്കെ നല്ല ചറുക്കിലുള്ള പാറയാണ്. പക്ഷെ എനിക്കിത് പോകാൻ പേടി, ഞാൻ പോകത്തില്ല. അവർ പോകുന്നുണ്ടെങ്കിൽ പോട്ടെ, ഞാൻ പോകത്തില്ല എന്തായാലും. അന്ന് പോയതിൻ്റെ ക്ഷീണം പോലും എനിക്ക് ഇതുവരെ തീർന്നിട്ടില്ല. സീനാണ്. ഞാൻ പോകുന്നില്ല എന്ന് കുറച്ച് തീരുമാനത്തിൽ നിൽക്കുവാണ്. അവർ രണ്ടുപേരും കൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇതാ പോകുന്നുണ്ട്, പോയിട്ട് വരട്ടെ, ജയിച്ചു വരും. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോയില്ല. ഞങ്ങൾ രണ്ടുപേരുടെ കടയിൽ കീർത്തണ്ടാൻ പോവുകയാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അങ്ങനെ തെണ്ടി നടക്കും. അവരൊക്കെ പോയിട്ട് വരട്ടെ. എന്തായാലും പോയിട്ട് വരുമ്പോഴേക്കും 1 മണിക്കൂർ കഴിയും. അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പോയിട്ട് വരുമ്പോൾ എന്തായാലും 1 hour മേലെ ആകും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരുമ്പോഴേക്കും. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങളിവിടെ ചുരുങ്ങി ഏതെങ്കിലും കടയിൽ കയറി എന്തൊക്കെയുണ്ട് എന്നൊക്കെ നോക്കി കുറച്ച് വൈനൊക്കെ ടേസ്റ്റ് ചെയ്തൊക്കെ നിൽക്കുമ്പോൾ അവർ വരും അല്ലേ? അതെ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് കാണാം. എന്താ കാണിച്ചു തരാം. കുറച്ച് കരിക്കുള്ള കുടിച്ചിട്ട് നമുക്കിനി യാത്രയാകാം. ഭയങ്കര ക്ഷീണം. ഞാൻ എവിടെയും പോയില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരാണ് പോയത് ഫ്രണ്ട്സ്. എന്നാലും എനിക്ക് ഭയങ്കര ക്ഷീണം. ഹലോ ഗായ്സ്, അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് ഒരു വൈൻ ഷോപ്പിലാണ്. ഇവിടെ വൈനൊക്കെ കൂടുതൽ വൈൻ വില കുറവെന്നാണ് തോന്നുന്നത്. നല്ല വില കുറവാണ്. നമ്മൾ ക്യാമ്പിലോട്ട്, എലിഫൻറ്റ് ക്യാമ്പിലോട്ട് പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ വൈൻ ഷോപ്പുണ്ട്. ഇഷ്ടംപോലെ വൈൻ ഷോപ്പ്. buy 1 get 50 എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ പോകുന്നത്. ഇത് അപ്പുറത്ത് buy 1 get 10 get 17 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഈ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ വൈൻസ് ഉണ്ട്, വൈൻ ഷോപ്സ് ഉണ്ട്. ഞങ്ങളവിടെ ഒരു ഷോപ്പിൽ ഇറങ്ങിയിട്ട് കുറച്ച് ബോട്ടിൽ വൈൻ മേടിച്ചു. ഓക്കെ, അപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ടേസ്റ്റ് ചെയ്ത് തരും കേട്ടോ. നമുക്കിപ്പോൾ ഏത് വൈനാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ടേസ്റ്റ് ചെയ്യാൻ തരും. കുടിച്ച് നോക്കി ടേസ്റ്റ് ചെയ്ത് നമുക്ക് മേടിക്കാം. ഓക്കെ, അപ്പം ഞാൻ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കാണിച്ചു തരാം. ഏതൊക്കെ ഫ്ലേവേഴ്സാണുള്ളതെന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വൈനൊക്കെ സെറ്റാക്കി പാക്ക് ചെയ്ത് തന്നു. അപ്പോൾ നമുക്കിനി കുറേ ദൂരം ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പം ബോട്ടിലാണ്, അത് പൊട്ടും. അതുകൊണ്ട് നീറ്റായിട്ട് സെറ്റായിട്ട് നല്ല സെക്യൂറായിട്ട് പാക്കൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കിനി ഇതുകൊണ്ട് കാറി കയറട്ടെ. അങ്ങനെ നമ്മൾ ഈ ഗ്രീൻ ആപ്പിളിൻ്റെ ഈ ഒരു ഫ്ലേവർ ഇപ്പം ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ട്രൈ ചെയ്ത് നോക്കട്ടെ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട് എന്ന്. ഞാനിതിൽ ഗ്രീൻ ആപ്പിൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഗ്രേപ്സ്, സ്ട്രോബെറി അതേപോലത്തെ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഗ്രീൻ ആപ്പിൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വൈൻ മേടിച്ചു. ഒരു കുപ്പി അപ്പോൾ കാർ വെച്ച് തുറക്കാൻ പോകുന്നു. പക്ഷേ ഗ്ലാസ്സില്ല ഫ്രണ്ട്സ്, ഗ്ലാസ്സില്ലാണ്ട് തുറക്കാൻ പറ്റില്ലല്ലോ. ഗ്ലാസ് മേടിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലാസ് മേടിക്കുന്നു, തുറക്കുന്നു, കുടിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ഗോൾഡൻ ടെമ്പിളിലാണ്. ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അതിനുള്ളിലോട്ട് പോവാണ്. അപ്പോൾ ഓക്കെ, അകത്തുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ കാണിച്ചു തരാം. ഗോൾഡൻ ടെമ്പിൾ. ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് കയറി ആ കമ്പൗണ്ടിൻ്റെ അകത്ത് വന്നു. ടെമ്പിൾ ഇതിൻ്റെ അപ്പുറത്താണ്. പിന്നെ അങ്ങോട്ട് പോകണം. ഇവിടെ കുഞ്ഞു ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്.
നമുക്ക് ഐസ്ക്രീമോ ജ്യൂസോ വേറെ എന്തെങ്കിലും മേടിക്കണമെങ്കിലൊക്കെ ഇവിടെ നിന്ന് മേടിക്കാം. ഇതിൻ്റെ അകത്ത് വരുമ്പോഴേക്കും ഒരു വല്ലാത്ത ഒരു പീസ്, ഒരു തണുപ്പ് ഒക്കെ അങ്ങനെ വല്ലാത്തൊരു ഫീലാണ് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ. ഗോൾഡൻ ടെമ്പിൾ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ കോളേജിൽ നിന്ന് ടൂർ വന്നിട്ടുണ്ട് ഗോൾഡൻ ടെമ്പിൾ. നൈസാണ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലെത്തി. സൈഡൊക്കെ കാണിച്ചത് നിങ്ങൾക്ക് തോന്നുന്നു അവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലമായിരിക്കണം. സൈഡിലൊക്കെ ഉള്ളത് ഇവിടെയുണ്ട്. അവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലമായിരിക്കും. ഫ്രണ്ട്സിനി ഇതിൻ്റെ അകത്ത് നമുക്ക് കയറാം. അകത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടെ വന്നിട്ട് നമ്മളെ ഫുട്വെയറൊക്കെ ഊരി വെക്കണം, വെച്ചിട്ട് അതിനുള്ളിൽ കയറാൻ പറ്റുള്ളൂ. നമുക്കിനി അകത്ത് പോയിട്ട് കാണാവേ. ടെമ്പിളിൻ്റെ അകത്തോട്ട് പോവാം. റൂഫിലും എന്തൊക്കെയോ സംഭവങ്ങളാണ്. ഇതൊക്കെ എന്തെങ്കിലും അവരുടെ പ്രേയേഴ്സ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിരിക്കും, മേ ബി, അറിയത്തില്ല. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ഗോൾഡൻ ടെമ്പിളിലാണ്. ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് ഇരിക്കുവാണ്. ഫാനിൻ്റെ മൂട്ടിൽ കുറച്ചുകൂടെ കാറ്റ് കൊണ്ട് ഒരു ശാന്തി സമാധാന വൈബിൽ അങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കണം. ഇവിടുത്തെ ഏതൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അതൊക്കെ നോക്കണം. അപ്പോൾ ഇവിടുത്തെ കുറച്ചും കൂടി കാണാനുണ്ട്. ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് തന്നെ കുറച്ചും കൂടി കാണാനുണ്ട്. അത് കണ്ട ശേഷം നേരെ ഫുഡ് അടിക്കും. അപ്പോൾ ഗൈസ്, കത്തനാർ പോകുന്നു. കത്തനാരും കത്തനാരുടെ ഭാര്യയും. ശരിക്കും കത്തനാർക്ക് ഭാര്യയല്ല, പക്ഷെ ഈ കത്തനാർക്ക് ഭാര്യയുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ ഇതിനകത്ത് എന്തോ പ്രയറും കാര്യങ്ങളും നടക്കുവാണെന്ന് തോന്നുന്നു. സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേട്ടോ, എന്തോ പ്രയറും കാര്യം നടക്കും തോന്നുന്നു. അകത്ത് കാണാൻ പറ്റത്തില്ല. ഇവിടെ ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് അകത്ത് പോകാൻ പറ്റത്തില്ല. കേട്ടോ, നോ എൻട്രി ആണ്. സോ അകത്ത് പോകാൻ പറ്റത്തില്ല. അങ്ങനെ പുറത്ത് നമ്മൾ ഇച്ചിരി കണ്ടു. സൈഡിൽ വിൻഡോ ഉണ്ട്, അപ്പോൾ അതുവഴി നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. ഇനിയിപ്പം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ആയാലുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാത്തത്. ഓക്കെ, അവരുടെ വിശ്വാസം ഒന്ന് കാണണ്ടെന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി ഫ്രണ്ട്സ്, അങ്ങനെ ടെമ്പിളൊക്കെ കണ്ടു തിരിച്ച് പോവാണ്. തിരിച്ചിനി പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി പാർക്കിങ്ങിൽ പോയിട്ട് കാണാം. അങ്ങനെ കഴിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. നമ്മളങ്ങനെ ഗോൾഡൻ ടെമ്പിളൊക്കെ കണ്ട് തിരിച്ചിട്ട് കഴിക്കാനായിട്ട് കയറി. ഇത് വന്നിട്ട് ഒരു നല്ല കേരള ഹോട്ടലാണ്. സൂപ്പറാണ്. കേരള മീൽസും ബിരിയാണിയൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടലാണ്. അത് കണ്ടപ്പോഴേക്കും കൂടുതൽ ഇങ്ങനെ കാണുമ്പോഴേക്കും ഒരു സ്വർഗം കിട്ടിയൊരു ഫീലാണ്. അങ്ങനെ ഞാൻ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. അവരെല്ലാവരും നമ്മുടെ നോൺ വെജ് മീൽസ്, നല്ല അടിപൊളി മീൽസാണ്. ഫിഷ് കറിയൊക്കെ കിട്ടിയുള്ള മീൽസാണ് അവർ ഓർഡർ ചെയ്തത്. ഞാൻ ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ്. ഓക്കെ, നമുക്കിനി കഴിച്ചിട്ട് കാണാം. അങ്ങനെ എൻ്റെ ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ് വന്നു. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇനി ലേറ്റാക്കാൻ സമയമില്ല, ഞാൻ കഴിച്ചിട്ട് വരാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ക്യാമ്പ് ഫോറസ്റ്റിലെത്തി. അപ്പോൾ ഇനി അകത്തോട്ട് പോട്ടെ. എൻട്രൻസ് തപ്പി നടക്കുവാണ്. എവിടെയാണെന്ന് അറിയത്തില്ല. എൻട്രൻസിൽ പോയി ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് പോട്ടെ. അപ്പം ചിലപ്പോൾ ഉള്ളിൽ പോലും കാല് നല്ല വേദനയാണ്.
മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഇല്ല. നോക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ഫോറസ്റ്റിൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ ടിക്കറ്റ് മേടിച്ചിട്ട് ഈ റൈറ്റിൽ കാണുന്ന ഈ ആർച്ച് വഴി നടത്താത്തിടും. ഞാൻ ഇവിടെയും വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. ഞാൻ ടൂർ വന്നപ്പോഴേക്കും ഡിഗ്രിക്ക് ടൂർ വന്നപ്പോഴേക്കും ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായി, ഞങ്ങൾ ഇതാ പോവുകയാണ്. ഇതൊരു തൂക്കുപാലാണ് ഫ്രണ്ട്സ്, ഒരു തൂക്കുപാലം. ഭയങ്കര പേടിയാണ് ഫ്രണ്ട്സ്. വെള്ളവും ആഴവും എനിക്ക് പേടിയാണ്. ഇതാണ് ഫ്രണ്ട്സ് തൂക്കുപാലം. ചെറിയൊരു ആട്ടം ഉണ്ട് ഇതിന്. നമ്മളങ്ങനെ പിടിച്ച് പൊക്കോളാം. ആ കൊച്ചു കാരണമൊക്കെ ആടി വലഞ്ഞ് വരുന്നുണ്ട്. ആ കൊച്ച് മോളെ സമ്മതിച്ചടാ. അയ്യോ ആടണ് ഗൈസ്. പിന്നെ വീഡിയോ പിടിക്കാം, ഞാൻ പോകുന്നു. ഞാനും അനിയത്തിയും പോയില്ല. അത് കുറച്ചിനകത്ത് കയറിയിട്ട് ഇവിടെ അങ്ങ് ഇരുന്നു. ഇവിടെ ഇരിക്കുവാണ്. അകത്ത് നടക്കാൻ വയ്യ. സോക്സൊക്കെ മാറ്റിയിട്ടിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുവാണ്. കാലൊക്കെ നല്ല വേദനയുണ്ട്. അയ്യോ, എനിക്ക് കുറച്ച് ഷോപ്പിംഗ് പുറത്തുണ്ട്. ഇതിനൊക്കെ മേടിക്കണം, നോക്കട്ടെ. അപ്പം കുറച്ച് ഫ്രണ്ട്സിലേക്ക് കാണാം. എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റും എനിക്കറിയാം. നല്ല വേദനയുണ്ട് കാലൊക്കെ. അപ്പം ഓക്കെ. ഇഷ്ടംപോലെ കടകളുണ്ട്. ഏത് കടയിൽ കയറുന്നതൊരു കൺഫ്യൂഷൻ. എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അമ്മ കുട്ടിച്ച് കണ്ണടച്ച് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ കൂർഗിൽ നമ്മുടെ ബാംബു ഫോറസ്റ്റിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ കുറേ കടകളുണ്ട് അവിടെ. ഇഷ്ടംപോലെ കടകളുണ്ട്. ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കാണിച്ചില്ല. എൻ്റെ ഫോണിൽ ചാർജും ഇല്ല. അപ്പോൾ അവിടെ ഒരു കടയിൽ കടയിങ്ങനെ മേടിച്ചിട്ടൊക്കെ നിൽക്കുവാണ്. നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് എനിക്ക് റൂമിൽ പോകാൻ വേണ്ടി തോന്നുവാണ്. കാര്യം കുളിക്കണം, ഫ്രഷ് ആവണം. വല്ലാണ്ട് ഇറിറ്റേഷനൊക്കെ രാവിലെ എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ കുളിക്കണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ പോയി വണ്ടി കയറട്ടെ. വേറൊരു കട. കുറേ ഇഷ്ടംപോലെ കടകളുണ്ട്. ടീഷർട്ടിൻ്റെ എന്തായാലും ധാരാളം കടകളുണ്ട്. ഇതൊക്കെ റേറ്റ് വന്നിട്ട് ഇനി അകത്തോട്ട് നോക്കട്ടെ. പിന്നെ കുറേ മേടിക്കുമ്പോഴേക്കും ഒന്ന് മേടിച്ചൊന്നും റേറ്റ് കുറയ്ക്കും തോന്നുന്നില്ല. ഒരു 2-3 മേടിക്കുമ്പോഴേക്കും നല്ല പോലെ ഒരു ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു തരും. ഗൈസ്, ഇതോ കമ്മൽ കടയും ഫാൻസി സ്റ്റോറാണ്. ചോക്ലേറ്റ്. ഇവിടെ ഒരു സൈഡിൽ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ്. നോനി ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കടകളും കണ്ടോ ഗൈസ്. ലൈറ്റൊക്കെ ഇട്ട് നല്ല വൈബ്. ഓ, ഈ ലൈറ്റ് വരുമ്പോഴേക്കൊരു പ്രത്യേക വൈബാണ്. ഈ സൈഡിൽ ഇതേപോലെ നൂഡിൽസ്, പിന്നെ അതേപോലെ ഫ്രൈഡ് റൈസ് കിട്ടുന്ന അടിപൊളി ഷോപ്സ് ഉണ്ട് ഈ സൈഡിൽ. ഇവിടെ വീണ്ടും കുറേ ഷോപ്സ്. ഞാൻ പറഞ്ഞില്ല, അവർ റേറ്റ് പറയും. നമ്മൾ കുറേ മേടിക്കുമ്പോഴേക്കും ബാർഗൈൻ ചെയ്ത് നോക്കും. അപ്പോൾ അവർ കുറച്ച് തരും. ശരിയൊന്നുമില്ല, പാവാ. വീണ്ടും ടീഷർട്ട് സെലക്ട് ചെയ്യാനായിട്ട് വന്നു. പ്ലേസ് അങ്ങനെ നമ്മൾ ഈ ടീഷർട്ട് എടുത്തു. ഇതിന് മുന്നേ നേരത്തെ വന്നു ഒരു ടീഷർട്ട് എടുത്തു. ഇത് രണ്ടാമത്തെ ടീഷർട്ട്. അങ്ങനെ 2 ടീഷർട്ട്.
ഇതാണ് ഷോപ്പിൻ്റെ പേര് ഞാൻ പുറത്ത് പോയിട്ട് കാണിച്ചു തരാം. പുളിയാണ് ഫ്രണ്ട്സ്, എല്ലാ ഐറ്റംസും ഉണ്ട്. ചെരുപ്പ്, ലേഡീസിൻ്റെ ടീഷർട്ട് 100 രൂപ, എല്ലാം ഉണ്ട്. ഞാനതിൻ്റെ ക്യാരിയാണ്. ഇതാണ് ഗൈസ് ഷോപ്പിൻ്റെ പേര്. ഗൈസ് ഞാനിപ്പം റൂമിലെത്തിയേ ഉള്ളൂ. അതാ വന്നിട്ട് തളർന്നങ്ങനെ കിടക്കുന്നു. ഇനി ഒന്ന് കുളിക്കണം. കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ. അപ്പോൾ പോയി വേഗം തന്നെ ഒന്ന് കുളിച്ച് ഒരു കുളിയൊക്കെ പാസ്സായി വേഗം വരാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. റെസ്റ്റോറൻറ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻറ്റ്. ഓക്കെ, കഴിക്കാൻ പോകണേ. അങ്ങനെ റൂമിലെത്തി എപ്പോൾ കിടന്നോ ഒന്നൊരു പിടുത്തമില്ല. കിടന്നു ഉറങ്ങി. ഇതിപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. എപ്പോൾ കിടന്നു ഒരു ബോധമില്ല. നല്ല തണുപ്പപ്പോൾ നല്ല AC ഹൈസിലേച്ചേക്കുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് മൂടിപ്പോയി അങ്ങനെ കിടക്കുമായിരുന്നു. ഇപ്പോൾ എന്താ ബോധം വന്നപ്പോൾ എപ്പോൾ എത്തി എന്നുള്ള ബോധം പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.